ഹലോ, വെൽക്കം ബാക്ക് ടു ഇദൂസ് വേൾഡ്. ഇദൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാതിരുകുത്തുമന പോവാണ് കേട്ടോ. പാതിരുകുത്തുമന കേട്ടിട്ടില്ലേ? ചെർപ്പുളശ്ശേരിക്ക് അടുത്താണ് കേട്ടോ പാതിരുകുത്തുമന. പാതിരുകുത്തുമന ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞൊരു ക്ഷേത്രമാണ് കേട്ടോ. 1300-ലേറെ വർഷം പഴക്കമുള്ള ഒരു മനയാണ് പാതിരുകുത്തുമന. ഇതാ വല്യമ്മ റെഡിയായി. അപ്പോൾ വല്യമ്മയ്ക്ക് സാരി ഉടുത്തു കൊടുക്കുകയാണ്. ഞാൻ സെറ്റുമുണ്ട് ഇതുമോള് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പോവാൻ ധൃതി വിട്ട് നിൽക്കുകയാണ്. ഇതാ അച്ഛമ്മമാരെല്ലാം റെഡിയായി, ഞങ്ങൾ പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറേ മലകൾക്ക് എടുത്താണ് കേട്ടോ. ചുറ്റും മലകളും കുന്നുകളും തോടും പാടും കുളവും ഒക്കെ നിറഞ്ഞൊരു പ്രദേശത്താണ് നമ്മുടെ വീടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വണ്ടി കയറി നമ്മുടെ ഇഷ്ടക്ഷേത്രമായ പാതിരുകുത്തുമനയിലേക്ക് പോവാണ് കേട്ടോ. അതിൻ്റെ ഐതിഹ്യത്തെ പറ്റിയിട്ട് പറയാം. പണ്ട് അമ്മമ്മ പറഞ്ഞു തന്ന ഒരു കഥയാണ് കേട്ടോ. 1300 വർഷങ്ങൾക്ക് മുമ്പ് പാതിരുകുത്തുമനയിലെ കാരണവർ സന്താനഭാഗ്യമില്ലാതെ വളരെ ദുഃഖിതനായി വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ധ്യാനത്തിനിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വടക്കുനാഥൻ ഈ കാരണവർക്ക് അനുഗ്രഹം കൊടുക്കുകയും വീട്ടിലേക്ക് തിരിച്ചു പോവാൻ പറയുകയും ചെയ്തു. വീട്ടിലെത്തിയ കാരണവർക്ക് വൈകാതെ തന്നെ തൻ്റെ അന്തർജനത്തിൽ 2 മക്കൾക്ക് ജന്മം നൽകാൻ കഴിഞ്ഞു. ഒരു കുഞ്ഞ് മനുഷ്യക്കുഞ്ഞും ഒരു കുഞ്ഞ് സർപ്പക്കുഞ്ഞുമായിരുന്നു. ഇരു കുഞ്ഞുങ്ങളും ഒരുമിച്ചായിരുന്നു കളിച്ചു വളർന്നത്. പക്ഷേ സർപ്പമുള്ള വീട്ടിലേക്ക് വരാൻ ബന്ധുക്കളെല്ലാം ഭയന്നു. അങ്ങനെ ദുഃഖിതനായ അന്തർജനത്തോട് നാഗം താൻ ഇവിടെ കുടിയിരിക്കാമെന്നും തനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തരണമെന്നും അമ്മയോട് പറഞ്ഞു. അതുമാത്രമല്ല, ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. 1000 വർഷത്തോളം ഈ കുലം കാത്തുകൊള്ളാമെന്നായിരുന്നു അനുഗ്രഹം. അങ്ങനെ ഒരു കഥ കുട്ടിക്കാലത്ത് പഴങ്കഥയായി കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കും ഒരുപാട് വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ പാതിരുകുത്തുമന. അങ്ങനെ ഞങ്ങൾ തോടും പാടും ഒക്കെ കടന്ന് പാതിരുകുത്തുമനയിലെത്തി. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറയോ ഫോണോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് നടക്കാനൊക്കെ. പണ്ട് നമ്മൾ കല്ല് പോലെയായിരുന്നു കേട്ടോ, മണ്ണിൽ ചവിട്ടിയിട്ടായിരുന്നു. ഇപ്പോൾ കുറേ അവർ സിമെൻറ്റ് ഇട്ട് കുറേയൊക്കെ അങ്ങനെ നടപ്പാതയൊക്കെ കുറേ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് സർപ്പങ്ങളുടെ വിഗ്രഹമാണ് കേട്ടോ. അതിങ്ങനെ ഓരോരുത്തർ വഴിപാടായിട്ട് കൊണ്ടുവന്ന് വയ്ക്കണ പ്രതിഷ്ഠകളാണ് കേട്ടോ. അത് വൃശ്ചിക മാസത്തിൽ ഇവിടെ വളരെ പ്രധാനം ആണ് കേട്ടോ. നമുക്ക് വൃശ്ചിക മാസത്തിൽ നല്ല തിരക്കുണ്ടായിരിക്കും. സ്വാമിമാരും ഇന്നെന്തോ ഭാഗ്യത്തിന് തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ പ്രസാദമായിട്ട് കിട്ടുന്നത് ചോറും നമ്മളെ നെയ്തിച്ചോറ് പോലത്തെ ചോറും മോരുകൂട്ടാനും അച്ചാറും നെല്ലിക്കച്ചാറും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ പാതിരുകുത്തുമനയിൽ നാഗത്തെ തൊഴുതിട്ട് തിരിച്ചിറങ്ങിട്ടോ. എനിക്ക് ഈ അമ്പലത്തിൽ ഒരുപാട് വിശ്വാസമാണ് കേട്ടോ. അതിന് കാരണം ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഈ കുഞ്ഞ് ഇതള് ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള നാഗത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഇവളെ ദൈവം ഞങ്ങൾക്ക് 2 പേർക്കും തന്നത് കേട്ടോ. അപ്പോൾ ഇവളുടെ ചോറൂണൊക്കെ ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇതളും ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമായ കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ. ഒരുപാട് വിശ്വാസമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ പാതിരുകുത്തുമന. സന്താനഭാഗ്യം ലഭിക്കാൻ ഒരുപാട് അമ്മമാരും അച്ഛന്മാരൊക്കെ ഇവിടെ വന്നിട്ട് തൊഴാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മംഗല്യഭാഗ്യം ലഭിക്കാനും അങ്ങനെ ഒരുപാട് നേർച്ചയ്ക്കായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന കേൾക്കാണ്ടോ. ഉള്ളുരുകി വിളിച്ചാൽ നാഗം നമുക്ക് അനുഗ്രഹം നൽകുമെന്നാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെ ഞങ്ങളത് അവിടെ തൊഴുതിറങ്ങി. ഇതള് അച്ഛമ്മയുടെ കൈ പിടിച്ചിട്ട് വരൂ പറയുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ പാതിരുകുത്തുമനയിൽ പോയി നാഗത്തിനെ തൊഴുത് ദർശിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.